ഇപ്പോഴേ ഒരു റിയാക്ഷൻ വീഡിയോകളുടെ കാലമാണല്ലേ. എവിടെ തിരിഞ്ഞു നോക്കിയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ കയ്യടി വാങ്ങുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ഹേറ്റേഴ്സിൻ്റെ അളവും തീരെ കുറവൊന്നുമല്ല. നല്ല രീതിയിൽ തന്നെ പലർക്കും ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന 2 ലേഡീസ് ഉണ്ട്. അവരുടെ പേര് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവരിതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് വന്നപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, പ്രതികാര ബുദ്ധി. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ നാട് എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ് എന്ന് വെച്ച് ആരെയും എന്തും എവിടെയും കയറി പറയാം എന്നുള്ള ധാരണ മിഥ്യാധാരണയാണ്. ആ ധാരണ അങ്ങ് മാറ്റുക. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോലീസ് കേസായി മാറും. പിന്നെ പോലീസുകാരുടെ പിറകെ നമ്മൾ അവർക്കെതിരെ ചിലപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ഒരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതിൻ്റെ പിറകിലുള്ള വസ്തുത എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. അതിനെ പഠിക്കുക. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രം അയാൾക്ക് എതിരെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ പ്രൂഫ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നെ ഇത് പോലീസ് കേസ് ആയാൽ പോലീസിൻ്റെ സൈഡിൽ നിന്നും വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് ഉദാഹരണമാണ് ഈ രേണു സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് 2 ദിവസം മുമ്പ് ഒരു കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് എതിരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ വാദി പ്രതിയായ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ളവരും മടുത്തു, അതുകൂടാതെ പോലീസുകാരും മടുത്തു. കാരണം ഇവർക്കെതിരെ ഒരുപാട് കേസുകൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിലും പല പല സ്ഥലത്തു നിന്നായിട്ടൊക്കെ ഇവർക്കെതിരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിറകെ പോകാൻ ഇപ്പോൾ അവർക്കും വലിയ താല്പര്യമില്ലാതെയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നൊരു കാര്യമുണ്ട്, എന്താ അറിയോ? നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ചില്ലറ ധൈര്യമൊന്നും പോരാ. അവർക്ക് നല്ല ധൈര്യം വേണം കേട്ടോ. എന്തിനേയും ഏതിനേയും നേരിടാനുള്ള ഒരു കരുത്ത് അവർക്ക് വേണം. അതല്ല എങ്കിൽ ഒരു നിസ്സാര കാര്യം വരുമ്പോൾ, എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഹേറ്റേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും ആ ഒരു രീതിയിലുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കമൻറ്റ് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഫാമിലിയിലുള്ളവരും ഒക്കെ ഒരുപോലെ ഡൗൺ ആവും. ചില സമയത്ത് നമുക്ക് പബ്ലിക്കിൻ്റെ മുൻപിൽ ചിലപ്പോൾ തല ഉയർത്തി നടക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നമ്മൾ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചത്. കാരണം യാതൊരു വ്യക്തതയുമില്ലാതെ, യാതൊരു പ്രൂഫുമില്ലാതെ ആ പെൺകുട്ടിക്ക് എഗെയിൻസ്റ്റായിട്ട് ആ കുട്ടി പണ്ട് ഇവർക്കെതിരെ വീഡിയോ ചെയ്തു എന്നുള്ള കാരണം മാത്രം നിരത്തി, അതായത് പ്രതികാര ബുദ്ധി, നമുക്ക് അങ്ങനെ തന്നെയാണ് ഇതിനെ പറയാൻ, ആ ഒരു വാക്കാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രതികാര ബുദ്ധിയോടെയാണ് ഇപ്പോൾ പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനോഭാവം മാറ്റി വയ്ക്കുക. അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ആർക്കും നേടാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അതൊരു പോലീസ് കേസാവും. പിന്നെ ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി, അതായത് ഇര എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പെൺകുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. എന്താ അറിയോ? അവരൊരുപാട് റിയാക്ഷൻ വീഡിയോ മാത്രമാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് ഹേറ്റേഴ്സ് കുറവാണ്. അവരുടെ വീഡിയോസിൻ്റെ താഴെയാണെങ്കിലും ഒക്കെ വന്നിട്ടുള്ള മെസ്സേജുകൾ, കമൻറ്റുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ശരിക്കും ആ കുട്ടിക്ക് പബ്ലിക്കിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു സപ്പോർട്ടാണ് അല്ലേ? നമുക്ക് വേണ്ടത് വീട്ടുകാരുടെ സപ്പോർട്ട്, നമ്മളെ കാണുന്നവരും നമ്മളെ കേൾക്കുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് കിട്ടി. പക്ഷേ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയല്ല, അല്ലെങ്കിൽ ആ ഒരു കണ്ടൻ്റ് അല്ല ഈ പെൺകുട്ടിയെക്കുറിച്ച് എതിർവശത്ത് നിൽക്കുന്ന ആൾ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വീഡിയോകൾ, സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ന്യായത്തിൻ്റെ ഭാഗത്ത്, ന്യായം എനിക്ക് തോന്നുന്നു ആരാണ് ഈ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ആ കുട്ടിയുടെ കൂടെ നിന്ന് പോസിറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് ഇവിടെ ന്യായം ഉള്ള സൈഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള
ആർക്കായാലും മനസ്സിലാവും ഇതൊരു പക പോക്കലാണെന്ന് ആരും പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമില്ല. അത് പകൽ പോലെ അല്ലെങ്കിൽ പാൽ പോലെ സത്യമാണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്.